Hello, good morning. Session 35. Today we are going to a new topic, words and meanings. Of course, we have to go back to what we have been discussing in the previous classes. We have started discussing the structure of the sentence and especially the subject of the sentence. We have left it there. Okay, we will definitely go back to that. But before that, okay, as a break from what we have been doing so far, we are going to this topic, words and meanings. So let's begin with words. Okay, everybody knows what a word is. വാക്കുകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. But once we come to define a word, it's not that easy. What are words? The problem is that words are not necessarily linguistic units. Okay, before they are linguistic units, they are experience units. Okay, they are learning units എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ it is a collective experience of a society. It is a collective memory of a society that is coded as words. ഒരു സമൂഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ സഞ്ചിതമായിട്ടുള്ള ഓർമ്മകളാണ്, സഞ്ചിതമായിട്ടുള്ള അനുഭവങ്ങളാണ് അതിൻ്റെ വാക്കുകളായി മാറുന്നത്. Okay, so the more words we have in one particular language means that അതിന് കാരണങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. Okay, we will come back to that later. Okay, the fact that a language is having more words in it, enough number of words in it, means that that particular language could be expressing an experience at different levels. ഒരു അനുഭവത്തിനെ ഏത് തലത്തിലും, എത്ര ഉയർന്ന തലത്തിലും എത്ര സാധാരണ തലത്തിലും ഒരു അനുഭവത്തിനെ ആവിഷ്കരിക്കാൻ ആ ഭാഷയ്ക്ക് കഴിയും എന്നാണ് അതിൻ്റെ പദസമ്പത്ത് കാണിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് വൈ വി ആർ എക്സ്പ്ലോറിങ് വേർഡ്സ്. പല അനുഭവങ്ങളെയും നമ്മൾ ആവിഷ്കരിക്കുന്ന സമയത്ത്, വാക്കുകളെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത്, വാക്കുകളെ അന്വേഷിക്കുന്ന സമയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ഇംഗ്ലീഷ് ഭാഷയിൽ, പ്രത്യേകിച്ചും ഈ ഇംഗ്ലീഷ് ഭാഷയിൽ ഇത്രയധികം വൈവിധ്യമാർന്ന വാക്കുകൾ ഉണ്ട് എന്നുള്ളതും ഒരു അനുഭവത്തിൻ്റെ ഏതൊരു തലത്തെയും നമുക്കിതിൽ ആവിഷ്കരിക്കാൻ പറ്റുമെന്നുള്ളതുമാണ്. ഓക്കെ, സോ ഹൗ ആർ ദീസ് വേർഡ്സ് ഫോംഡ്? ഓക്കെ, വാക്കുകളുടെ ഒരു നിർമ്മിതി എന്ന് പറയുന്നത്, രൂപപ്പെടൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ ആം റിമൈൻഡഡ് ഓഫ് യുങ്, കാൾ യുങ്, ഓക്കെ, സിഗ്മണ്ട് ഫ്രോയിഡ്സ് അസിസ്റ്റൻറ്റ്, and who later become a theoretician of an entirely different kind of psychology. ഓക്കെ, ഒരിക്കൽ ഫ്രോയിഡിൻ്റെ ശിഷ്യനായിരുന്നുവെങ്കിലും ഫ്രോയിഡിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മനഃശാസ്ത്ര സമീപനമൊക്കെ വികസിപ്പിച്ചെടുത്ത യുങ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ. ഓക്കെ, അദ്ദേഹം ഹീ ഈസ് സ്പീക്കിംഗ് ഓഫ് കളക്റ്റീവ് അൺകോൺഷ്യസ്. ഒരു സമൂഹത്തിൻ്റെ സഞ്ചിതമായിട്ടുള്ള അബോധത്തിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ collective unconscious stands for a collection of memories, a storage of memories which are not very clear even to us in our mind. അപ്പോൾ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ, മനുഷ്യൻ്റെ സ്മരണയുടെ, മസ്തിഷ്കത്തിൻ്റെ, ബോധത്തിൻ്റെ ഒരു വശത്ത് സഞ്ചിതമായിരിക്കുന്ന പൂർവ്വ സ്മൃതികളെയാണ്, ഓക്കെ, ആദിമ സ്മൃതികളെയാണ് ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് വിളിക്കുന്നത്. വാക്കുകളും ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കളക്റ്റീവ് അൺകോൺഷ്യസിൻ്റെ ഭാഗമാണ്. ഓക്കെ, അൺടിൽ വി സീറോ ഇൻ ഓൺ വൺ പെർട്ടിക്കുലർ വേർഡ്, വി ആർ നോട്ട് fully aware that that particular word is existing there. But someone has tried to give the shape of a word to one particular experience എന്നുള്ളത് ആ ഒരു വാക്ക് കണ്ടെത്തുന്നത് വരെ നാം അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ വാക്കുകളുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്, വാക്കുകളുടെ തിരിച്ചറിയൽ എന്ന് പറയുന്നത് വളരെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു അനുഭവമാവുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇറ്റ് ഗീവ്സ് എസ് സ്ട്രെങ്ത് ആൻഡ് ഇറ്റ് ഇൻ ഫാക്ട്സ് ലിബറേറ്റ്സ് എസ്. വാക്കുകൾ നമ്മളെ സ്വതന്ത്രരാക്കുന്നത് ഈ രീതിയിലാണ്. നമ്മൾ എന്നുള്ള സത്തയെ പലതരത്തിൽ ആവിഷ്കരിക്കാം, പല
നിലവാരങ്ങളിൽ ആവിഷ്കരിക്കാമെന്ന് വാക്കുകൾ നമുക്ക് കാണിച്ചു തരുന്നു. ഓക്കെ, വി യൂഷ്വലി സേ ദാറ്റ് language, especially a living language, a creative language, is the combination of the race, the milieu and the moment എന്ന് സാധാരണ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഭാഷയുടെ ഏത് സവിശേഷമായ ഉപയോഗവും ഈ മൂന്നെണ്ണം ചേർന്നിട്ടാണ് എന്ന് നാം സാധാരണ പറയാറുണ്ട്. ഓക്കെ, വി കോൾ ദാറ്റ് ദ റേസ്. The race means വംശം. ഓക്കെ, ഒരു മനുഷ്യവംശം, ഒരു മനുഷ്യവംശം, ഒരു പ്രത്യേക സമൂഹം, ഒരു പ്രത്യേക മനുഷ്യവംശം. ദ റേസ്, ദ മിലിയു. മിലിയു സ്റ്റാൻഡ്സ് ഫോർ വർഗം, ക്ലാസ്. ഓക്കെ, ദ സോഷ്യൽ ക്ലാസ്, ദ സോഷ്യൽ സ്ട്രേറ്റ് ടു വിച്ച് വി ബിലോങ്, അതാണ് മിലിയു എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ദ മൊമെൻറ്റ്. മൊമെൻ്റ് എന്ന് പറയുന്നത് ടൈമാണ്, ദ പോയിൻ്റ് ഓഫ് ടൈം ഇൻ വിച്ച് വി ആർ എലൈവ്. നാം ജീവിക്കുന്ന ആ കാലഘട്ടം, അതിനെയാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോഴിത് മൂന്നും കൂടെ ചേർന്നാണ് ഭാഷ രൂപപ്പെടുന്നത്. Okay, the race, the milieu and the moment, these three elements combine together to create what we call this communication system that we call language. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുഴുവൻ വാക്കുകളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു വാക്കിനുള്ളിൽ അടരുകളായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള സഞ്ചിത സ്മരണകളും സഞ്ചിത അനുഭവങ്ങളും ഒക്കെ അടങ്ങിക്കിടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് എക്സ്പ്ലോറിംഗ് വേർഡ്സ്, വി ഹാവ് എ സയൻസ് ഫോർ ദാറ്റ്. വെൻ വി കോൾ ദാറ്റ് സയൻസ് എറ്റിമോളജി. Okay, particularly we have two different branches here when we study words. One is etymology, of course, and the second is what you call semantics. Okay, in fact, we have referred to these two things in earlier classes. Etymology is about the origin of words. വാക്കുകളുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് എറ്റിമോളജി എന്ന് പറയുന്നത്. ഓക്കെ, സെമാൻറ്റിക്സ് ഈസ് അബൌട്ട് ദ മീനിങ് ഓഫ് പെർട്ടിക്കുലർ വേർഡ്സ്. ഓക്കെ, വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ച്, അർത്ഥങ്ങളുടെ നിലകളെക്കുറിച്ചിട്ടൊക്കെയുള്ള പഠനമാണ് സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. സേ ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. സേ എ വെരി കോമൺ വേർഡ് ലൈക്ക് ഡിസാസ്റ്റർ. Okay, semantically speaking, disaster means something that is unhappy, something that is a calamity, ഒരു ദുരന്തം, ഒരു പ്രതിസന്ധി എന്നൊക്കെയാണ് ഡിസാസ്റ്റർ എന്നുള്ളതിൻ്റെ സെമാൻറ്റിക്കലായിട്ടുള്ള അർത്ഥം, അർത്ഥപരമായിട്ടുള്ള വിവക്ഷ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു എറ്റിമോളജി നോക്കുകയാണെങ്കിൽ, ദിസ് ഈസ് കമ്മിങ് ഫ്രം ഗ്രീക്ക്. Disaster comes from Greek language. Okay, it comes from disaster. Aster in Greek language refers to the stars. നക്ഷത്രങ്ങളാണ് ആസ്റ്റർ എന്ന് പറഞ്ഞത്. ആസ്റ്റർ. Okay, this is a negative thing. And the Greek people believed that whatever calamity is happening on the world is a result of some calamity with the stars. ഓക്കെ, ജ്യോതിർഗോളങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഭൂമിയിൽ എല്ലാ പ്രശ്നങ്ങളും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഡിസാസ്റ്റർ, നക്ഷത്രങ്ങളുടെ ഒരു ഡിസ്ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്അറേഞ്ച്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഡിസാസ്റ്റർ എന്നുള്ള വേർഡ് ഗ്രീസിൽ കോയിൻ ചെയ്യപ്പെടുന്നത്. That is accepted into English, disaster. So etymologically this is how the word comes. Or take the word philosophy. Phil means love, and Sophia means wisdom in Latin language, in Roman language. So philosophy means love of wisdom. തത്വചിന്ത എന്ന വാക്ക് അങ്ങനെയാണ് വരുന്നത്, ഫിലോസഫി. അല്ലെങ്കിൽ കോമൺ വേർഡ് ലൈക്ക് ജീൻസ്. ഓക്കെ, ഇറ്റലിയിലെ ജനോവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ജീൻസിൻ്റെ കോട്ടൺ ആദ്യമായിട്ട് ഉൽപ്പാദിപ്പിച്ചതെന്ന് പറയുന്നു. അതുകൊണ്ട് ഇറ്റ് കെയിം ടു ബി നോൺ ആസ് സംതിങ് ദാറ്റ് ഹാസ് കം ഫ്രം ജിനോവ കെയിം ടു ബി നോൺ ആസ് ജീൻസ്. ഓക്കെ, പിസ്റ്റോളിയ is a name of a place in Egypt. Okay, so something, a kind of weapon that is discovered somewhere there came to be known as pistol. Okay, this kind of analysis is called etymology. Okay, so we have access to the different structural attributes of a word. ഒരു വാക്കിൻ്റെ ഘടനയെ നമുക്ക് ഈ തരത്തിൽ നമുക്ക് സമീപിക്കാൻ പറ്റും, നമുക്കതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ പറ്റും,
അതിൻ്റെ വ്യാകരണപരമായിട്ടുള്ള ഘടനയെ മനസ്സിലാക്കാൻ പറ്റും, അതിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ ഒരു ജനറേഷൻ എന്ന് പറയുന്നതിനെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ മനസ്സിലാക്കിയാലും ഒരു വാക്കിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം നാം നമ്മുടെ ബോധമനസ്സിന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതുണ്ട്. അവിടെയാണ് നാം നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു തരത്തിലുള്ള കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു കളക്റ്റീവ് മെമ്മറി, കളക്റ്റീവ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്ന ഒരു തലം. അപ്പോൾ വാക്കിൻ്റെ യഥാർത്ഥ തലം, വാക്കിൻ്റെ അർത്ഥത്തിൻ്റെയും വാക്കിൻ്റെ ഒരു സൂചനകളുടെയും ഒരു യഥാർത്ഥ തലം എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മുടെ അബോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു സമൂഹം അനുഭവിച്ചിട്ടുള്ള, ഒരു സമൂഹം കടന്നു വന്നിട്ടുള്ള അനുഭവങ്ങൾ മുഴുവൻ വാക്കുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വാക്കുകളെ നാം കണ്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹം, നമ്മുടെ ജനതതി, നമ്മുടെ സംസ്കാരം കടന്നു വന്നിട്ടുള്ള പാതകളെ നാം വീണ്ടെടുക്കുകയാണ്. ഓക്കെ, വി ആർ റിട്രീവിങ് ദോസ് എക്സ്പീരിയൻസസ്. ഓക്കെ, വി ആർ കളക്റ്റിംഗ് ബാക്ക് ദോസ് മെമ്മറീസ് ആൻഡ് എക്സ്പീരിയൻസസ്, ആൻഡ് ദാറ്റ് ഗീവ് us a lot of strength. And that in fact, words in fact relate us with our past, relate us with our tradition and with our heritage. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ പദസമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ആത്മവിശ്വാസം തരുന്നത്. ഓക്കെ, നമ്മുടെ പദബോധം എന്ന് പറയുന്നത് നമുക്ക് ആത്മവിശ്വാസം തരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ പദബോധം നാം ഒറ്റപ്പെട്ടവരല്ല എന്ന ബോധം നമ്മിലുണ്ടാക്കുന്നു. ഓക്കെ, നാം ഏകാകികളല്ല, നാം ഒറ്റപ്പെട്ടവരല്ല എന്നുള്ളതും ഒരു സമൂഹത്തിൻ്റെ വളർച്ചയുടെ ഒരു പാതയിൽ ഒരു പങ്കാളിയാണ് നമ്മൾ എന്നുള്ള ഒരു ബോധം, ഒരു സാമൂഹിക ബോധം വാക്കുകൾ നമ്മളിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇക്കാര്യം നാം ഓർക്കേണ്ടതാണ്. വാക്കുകൾക്ക് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ളൊരു തലം മാത്രമല്ല ഉള്ളത്, സാംസ്കാരികമായിട്ടുള്ള ഒരു തലം കൂടിയുണ്ട്. ആ തലത്തിനാണ് സത്യത്തിൽ അതിൻ്റെ അർത്ഥത്തെ സംബന്ധിച്ച് കൂടുതൽ പ്രാധാന്യം എന്നുള്ളതാണ്. ഓക്കെ, വിത്ത് ദീസ് ഇൻസൈറ്റ്സ് ലെറ്റ് us look at some words. I thought of doing something like a seasonal lesson on this. Okay, so let us look at this. ഓരോ കാലവും വാക്കുകളെ പല രീതിയിൽ അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ കോവിഡ് എന്നുള്ളത് മായി ബന്ധപ്പെട്ട് കുറേ രസകരമായ വാക്കുകൾ പുതുതായി ജനറേറ്റ് ചെയ്തു വന്നത് നമുക്ക് കാണാം. ഓക്കെ, അത് രണ്ട് രീതിയിൽ പ്രസക്തമാണ്. ഒന്ന്, കോവിഡിനെ നമ്മുടെ സമൂഹ ബോധത്തിൽ അടയാളപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, കോവിഡ് എന്ന ഈ പാൻഡമിക് നമ്മളെ കുറേ പുതിയ വാക്കുകളുമായി നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ക്വാറൻറ്റീൻ നമ്മുടെ ഒരു ഡെയിലി യൂസിലുള്ള ഒരു പാർലൻസിലുള്ളൊരു വാക്കായി മാറിയത് അങ്ങനെയാണ്, ക്വാറൻറ്റീൻ എന്നുള്ളത്. ഓക്കെ, കോണ്ടാക്റ്റ് ഒക്കെ ഇത്തരത്തിലുള്ള വാക്കുകളായിട്ട് മാറിയത് അങ്ങനെയാണ്. ഓക്കെ, ഈ വർഷത്തെ ഏറ്റവും രസകരമായ ഒരു വാക്കായി ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന ഒരു ഗ്ലോബൽ സെലക്ഷനിൽ കണ്ടെത്തിയ വാക്ക് കോവിഡിയേറ്റ് എന്നാണ്. Covidiot means somebody who is not bothered about precautions. കോവിഡിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാത്ത ഒരാളെ സൂചിപ്പിക്കാനായിട്ട് കോവിഡിയേറ്റ് എന്നൊരു വാക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ വാക്കാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും ഓർമ്മിക്കപ്പെടേണ്ട വാക്ക് എന്നുള്ള രീതിയിൽ കുറേ യൂറോപ്യൻ ഭാഷാശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ലെക്സിക്കോഗ്രാഫേഴ്സ്, ഡിക്ഷണറി നിർമ്മാതാക്കൾ ഇങ്ങനെ ഒരു വാക്ക് കണ്ടെത്തിയിരിക്കുകയാണ്. Okay, we have other words as well. Okay, for example, contact tracing is another word. Okay, which has become a part of our common parlance. നമ്മുടെ കോണ്ടാക്റ്റുകളെ, കോവിഡ് കോണ്ടാക്റ്റുകളെ തിരഞ്ഞുപിടിക്കുന്ന ഒക്കെ സമ്പർക്ക പട്ടിക എന്ന അർത്ഥത്തിൽ കോവിഡ് കോണ്ടാക്ട് ട്രേസിംഗ് എന്നൊരു വാക്കും നമ്മുടെ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നു. എപ്പിഡമിക് എന്നുള്ള വാക്ക് വളരെ കോമൺ ആയിരിക്കുന്നു, പാൻഡമിക് എന്നുള്ളത് വളരെ കോമൺ ആയിരിക്കുന്നു. അതുപോലെ തന്നെ ഇൻഫോഡമിക് എന്നൊരു വാക്ക് വന്നിരിക്കുന്നു. ഈ ഇൻഫോഡമിക് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് ഇൻഫർമേഷൻ തന്നെ ഒരു എപ്പിഡമിക്കായി മാറുന്ന അവസ്ഥയാണ്. കോവിഡിനെ കുറിച്ചുള്ള അമിതമായ അറിവുകൾ
അതിനെക്കുറിച്ചുള്ള എല്ലാ സോഴ്സുകളിൽ നിന്ന് വന്നു കൂടുന്ന അമിതമായ ആവശ്യത്തിലേറെയുള്ള അറിവുകൾ അത് തന്നെ ഒരു വ്യാധിയായി, ഒരു മാറാവ്യാധിയായി മാറുന്ന അവസ്ഥയാണ് ഇൻഫോഡെമിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വാക്ക് ക്വാറന്റീനി എന്നൊരു വാക്ക് വന്നിരിക്കുന്നു. കോവിഡ് കാലത്ത് കുടിക്കുന്ന ഒരു പ്രത്യേക കോക്ടെയിലിനെ നമുക്ക് ക്വാറന്റീനി എന്ന് വിളിക്കാം. ദ ഡ്രിങ്ക് ദാറ്റ് യു ആർ ഡ്രിങ്കിങ് ഡ്യൂറിങ് ക്വാറന്റീൻ ഈസ് കോൾഡ് ക്വാറന്റീനി. ഓക്കെ, ഇത്തരത്തിലുള്ള രസകരമായ പുതിയ പുതിയ പദങ്ങൾ കടന്നു വരുന്നു. അല്ലെങ്കിൽ വേർഡ് ലൈക്ക് മാസ്ക് ഹോൾ. Mask hole. Mask is what we are wearing. Okay, and if you make a hole on it, that becomes a mask hole. It means you are an idiot. Okay, in that sense. മാസ്ക് ധരിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ, ഭക്ഷണം കഴിക്കുകയും അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നതുകൊണ്ട് മാസ്കിന് മുകളിൽ ഒരു തുളയിട്ട് ഒരു ഹോൾ ഇടുന്ന തരത്തിലുള്ള മണ്ടത്തരത്തെയാണ് മാസ്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആളെയാണ് ഹീസ് എ മാസ്ക് ഹോൾ അല്ലെങ്കിൽ ഷീസ് എ മാസ്ക് ഹോൾ എന്ന് വിളിക്കുന്നത്. All these words have come very recently. So we have another word like, you necessarily do not need a pandemic to get new words into your language. Okay, any social situation can generate such words. Have you come across this word? This was another word which was very popular 2-3 years back. Bangalore എന്നൊരു വാക്ക് വന്നിരുന്നു. Bangalore we all know. Bangalore നഗരം. Bangalore means somebody's job is outsourced. ബാംഗ്ലൂർ നഗരം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും IT കമ്പനികൾ ജോലികൾ അയച്ചു കൊടുക്കുന്ന നഗരമാണ്, ഔട്ട്സോഴ്സ് ചെയ്യുന്ന നഗരമാണ്. അതുകൊണ്ട് ഇഫ് സംബഡീസ് ജോബ് ഈസ് ബാംഗ്ലൂർഡ് ഇൻ അമേരിക്ക ഓർ ഇൻ ബ്രിട്ടൻ, ഇറ്റ് മീൻസ് ദാറ്റ് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് ജോബ്. താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ബാംഗ്ലൂരിലേക്ക് കമ്പനി അയച്ചു കൊടുത്തിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം തൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ജോലി ബാംഗ്ലൂരിൽ ഉള്ള ഒരാൾക്ക് കിട്ടിയിരിക്കുന്നു എന്നാണ്. ബാംഗ്ലൂർഡ് ഓക്കെ ഈസ് എ വേർബ്. ഓക്കെ, അപ്പോൾ ഇത് ടെക്നിക്കലി സ്പീക്കിംഗ് it has other connotations also. We are not going to that. Grammatical connotations also, we are not going to that right now. ഇപ്പം നമ്മുടെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ, ഓക്കെ, തിങ്ക് ഓഫ് അവർ ഇലക്ഷൻ സിറ്റുവേഷൻ ആൻഡ് ലെറ്റ് us see some of the words that come into our mind in this context. ഓക്കെ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉടനെ വരുന്ന ചില വാക്കുകളെ ഒന്ന് പരിശോധിക്കാനാണ് ഞാൻ ഈ സെഷനിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത് എങ്ങനെ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ വിവിധ സൂചനകളെ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ ബോധത്തിൻ്റെ വിവിധ തലങ്ങളെ, നമ്മുടെ ധാരണയുടെ വിവിധ തലങ്ങളെ ഈ വാക്കുകൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഓക്കെ, ലെറ്റ് us look at some of these words. So a word like apolitical. രാഷ്ട്രീയമായി യാതൊരു താല്പര്യവുമില്ലാത്ത അവസ്ഥയെയാണ് അപ്പൊളിറ്റിക്കൽ എന്ന് വിളിക്കുന്നത്. പൊളിറ്റിക്കൽ മീൻ യു ആർ പ്രീഓക്യുപ്പൈഡ് വിത്ത് പൊളിറ്റിക്സ്. രാഷ്ട്രീയവുമായി, ഏത് തരത്തിലുള്ള രാഷ്ട്രീയവുമായിട്ട് ആവാം, നിങ്ങൾക്കൊരു പ്രീഓക്യുപ്പേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അതുമായിട്ടൊരു സജീവമായ താല്പര്യമുണ്ട്. യു ആർ പൊളിറ്റിക്കൽ. ഓക്കെ, അല്ലെങ്കിൽ യു ആർ ആൻറ്റി പൊളിറ്റിക്കൽ മീൻസ് യു ഹാവ് some kind of distaste or some kind of dislike for what is political. രാഷ്ട്രീയത്തിനോടുള്ള ഒരു എതിർപ്പുണ്ട് എന്നുള്ളതാണ് ഈ ആൻറ്റി പൊളിറ്റിക്കലിനർത്ഥം. അത്തരത്തിൽ നിങ്ങൾക്ക് ജിയോ പൊളിറ്റിക്കൽ എന്നോ സോഷ്യോ പൊളിറ്റിക്കൽ എന്നോ ഒക്കെയുള്ള കോമ്പിനേഷൻസ് വേറെ ഉണ്ടാവാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് അപൊളിറ്റിക്കൽ എന്നാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായ ഒരു നിസ്സംഗതയാണുള്ളത്. രാഷ്ട്രീയത്തിനോട് അനുഭാവമോ വിരോധമോ ഇല്ലാത്ത നിസ്സംഗതയെ സൂചിപ്പിക്കാൻ നമുക്ക് അപൊളിറ്റിക്കൽ എന്ന ഒരു വാക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഈ നിസ്സംഗത എന്നുള്ളത് നമ്മുടെ സമൂഹ മനസ്സ് നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിനോട് അടുപ്പമോ അകലമോ ഇല്ലാത്ത ഒരു നിസ്സംഗത എന്നുള്ളത്. അപ്പോൾ ഈ എ എന്നുള്ള ഈ ഒരു പ്രീഫിക്സ്, വാക്കിന് മുന്നിൽ വെച്ചിട്ടുള്ള ഈ ഒരു നെഗറ്റീവ് പ്രീഫിക്സ്, ഓക്കെ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെയും നെഗറ്റീവാക്കാൻ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് look at a word like this, amoral. Okay, you have two words, moral and immoral. ഓക്കെ, സദാചാരം മോറൽ ആവുമ്പോൾ ഇമ്മോറൽ എന്ന് പറയുന്നത് ദുരാചാരമാവുന്നു. സംബഡി ഈസ് നോട്ട് അറ്റ് ഓൾ കൺസേൺഡ് അബൌട്ട് മൊറാലിറ്റി. അത്തരത്തിലുള്ളത് ഇമ്മോറൽ, അസാൻമാർഗികമാവുന്നു. എന്നാൽ മോറലോ ഇമ്മോറലോ അല്ലാത്ത മൊറാലിറ്റിയെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള പരിഗണനയും ഇല്ലാത്തൊരു വ്യക്തിത്വത്തെ അമോറൽ എന്ന് വിളിക്കേണ്ടി വരും.
അല്ലെങ്കിൽ atheist, another word, look at this. Thee or theik means God. അപ്പോൾ theist എന്ന് പറഞ്ഞാൽ somebody is preoccupied with notions of God, ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ദൈവവിശ്വാസി എന്നാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് യുക്തിവാദി, അല്ലെങ്കിൽ യുക്തിവാദി എന്നുള്ളതിനേക്കാൾ യുക്തിവാദിയുടെ ഇംഗ്ലീഷ് റാഷണലിസ്റ്റാണ്. ഓക്കെ, എത്തിയിസ്റ്റ് നിരീശ്വരവാദിയാണ്. ഇത് രണ്ടാണ്. ശ്രദ്ധിക്കുക, നിരീശ്വരവാദി എല്ലാ നിരീശ്വരവാദികളും യുക്തിവാദികളായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ യുക്തിവാദികളും നിരീശ്വരവാദികളായിക്കൊള്ളണമെന്നില്ല. കാരണം യുക്തിവാദി എന്ന് പറയുന്നത് ഒരു റാഷണലിസ്റ്റ് മാത്രമാണ്. ഓക്കെ, ഹീ സ്ട്രെസ്സസ് ഓൺ ലോജിക്, ഹീ സ്ട്രെസ്സസ് ഓൺ റാഷണാലിറ്റി. യുക്തിയെ ആശ്രയിക്കുന്നവനാണ് യുക്തിവാദി. നിരീശ്വരവാദി എന്ന് പറയുന്ന ആൾ കൃത്യമായും ഈശ്വരനെ നിഷേധിക്കുന്ന ഒരാളാണ്. Okay, he is dismissing God as a central agency in the affairs of the world and in the affairs of the whole universe. ഭൂമിയുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ കാര്യങ്ങളിൽ ഒരു സെൻട്രൽ ഏജൻസി എന്നുള്ള രീതിയിൽ ദൈവത്തെ പൂർണ്ണമായി നിഷേധിക്കുന്ന ആൾ മാത്രമാണ് എത്തിയിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് us go back to election terminology or seasonal terminology of our times. Say apolitical. Look at some words. Another interesting word. Okay, we usually speak of politicians, and these days we don't speak of statesmen. Okay. And there is a lot of difference between politicians and statesmen. Politician എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരൻ എന്നാണ് വിവക്ഷ. ഓക്കെ, അതിൻ്റെ സമകാലികമായിട്ടുള്ള ചില മൂല്യശോഷണം കൊണ്ട് രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒറിജിനലായിട്ടുള്ള, അതിൻ്റെ തനതായിട്ടുള്ള അർത്ഥം എന്നുള്ളതിൽ നിന്നും വളരെയധികം മാറിയ രൂപത്തിലൊക്കെയാണ് പൊതു സംവാദങ്ങളിൽ അല്ലെങ്കിൽ പൊതുവിനിമയങ്ങളിൽ ഈ വാക്കിന് അത്തരത്തിലുള്ളൊരു അപജയം സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാരൻ, പൊളിറ്റീഷ്യൻ എന്നുള്ള വാക്കിന് അപജയം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പാരാമീറ്റർ, അതേ മാനദണ്ഡം തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായി നിൽക്കുന്ന ഒരു പദമാണ്, അല്ലെങ്കിൽ ആ വിവക്ഷ കൊണ്ട് അതിൻ്റെ എതിർ ധ്രുവത്തിൽ നിൽക്കുന്നൊരു പദമാണ് സ്റ്റേറ്റ്സ്മാൻ എന്നുള്ളത്. ഓക്കെ, രാഷ്ട്രതന്ത്രജ്ഞൻ എന്നുള്ള അർത്ഥത്തിലുള്ള സ്റ്റേറ്റ്സ്മാൻ എന്നുള്ളത്. ഓക്കെ, വി ലുക്ക് അറ്റ് different words which we usually think of, we feel like speaking of, and these thoughts are already there in our mind. Say opportunist. ഒരു ഓപ്പർച്യൂണിറ്റിയെ, ഒരു അവസരത്തെ മുതലാക്കുന്ന ഒരാളാണ് ഒരു ഓപ്പർച്യൂണിസ്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ്. അപ്പോൾ whether all politicians are opportunists or not is a different question. We are not speaking of that. But opportunist refers to somebody who is making use of the opportunities in his favor. അവനവന് വേണ്ടി ഓപ്പർച്യൂണിറ്റീസിനെ ഉപയോഗിക്കുന്ന ഒരാളെയാണ് ഓപ്പർച്യൂണിസ്റ്റ് എന്ന് വിളിക്കുന്നത്. This is a word which we probably will need to discuss politics. Okay? Or look at this word, nepotism. Okay, doing favor to our own people, our own family, our own close circle. സ്വജനപക്ഷപാതം എന്ന് വിളിക്കുന്ന ഒരു സാധനമാണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത്. Somebody who is a nepotist is actually doing favorable things to his family and his people only. Okay? We have another interesting word like, say, we are picking up words which are relevant these days എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. ഓക്കെ, അതിൻ്റെ റെലവൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ആലോചിക്കാവുന്നതാണ്. ഫിലിബസ്റ്റർ ഈസ് എ പൊളിറ്റീഷ്യൻ ഹൂ സ്പീക്സ് സോ മച്ച്, ഹൂ സ്പീക്സ് സോ കണ്ടിന്യൂസ്ലി ദാറ്റ് നോബഡി എൽസ് ഗെറ്റ്സ് എ ചാൻസ് ടു സ്പീക്ക്. Because suppose a bill is to be passed in the parliament, suppose a bill is to be passed in the legislative place, if somebody keeps on speaking with the intention of preventing that bill or that topic to come up, അത്തരത്തിലുള്ള ഒരാളെയാണ് ഫിലിബസ്റ്റർ എന്ന് പറയുന്നത്. നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്ന് മറ്റ് വിഷയങ്ങളെ ചർച്ചയിലേക്ക് കൊണ്ടുവരാതിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഒരു ഫിലിബസ്റ്ററുടെ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഈ പറയുന്ന ഭൂതകാല അഴിമതികളെയും ഭൂതകാല കഥകളെയും ഒക്കെ ചകഞ്ഞു പിടിച്ച് വേട്ടയാടുന്ന ഒരു രീതിയുണ്ട്. വി ഹാവ് എ വേർഡ് ഫോർ ദാറ്റ്.
we call that a witch hunt. This is ആക്ച്വലി റെഫറിങ് ബാക്ക് ടു 17th century അമേരിക്ക. ഈ വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുർമന്ത്രവാദിനി, ആഭിചാരിണി എന്നൊക്കെയാണ് അർത്ഥം. ആളുകളെ, ശത്രുക്കളായിട്ടുള്ള ആളുകളെ ആഭിചാരിണികളാണ്, മന്ത്രവാദിനികളാണ് എന്നുള്ള പേരൊക്കെ ചുമത്തി അവരെ ശിക്ഷിച്ച് ദ്രോഹിച്ച് കൊലപ്പെടുത്തുന്ന ഒരു രീതി മസാച്യുസെറ്റ്സിലും സാലത്തിലും ഒക്കെ ഒരു കാലത്ത് 17th century നിലവിലിരുന്നതാണ് അമേരിക്കയിൽ. അപ്പോൾ അതിൽ നിന്നും വരുന്നതാണ് ഹണ്ടിങ് ഫോർ വിച്ചസ് എന്ന അർത്ഥത്തിൽ വിച്ച് ഹണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കളെ തിരഞ്ഞുപിടിച്ച് വകവരുത്തുന്ന ഈ രീതിയാണ് വിച്ച് ഹണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് വേർഡ് വി ഹാവ് ഈസ് pork barrel. Pork barrel is definitely a barrel of pork. പോർക്ക് പന്നിമാംസമാണ്, ബാരൽ അത് സൂക്ഷിക്കുന്ന വീപ്പയാണ്. അപ്പോൾ ഇലക്ഷൻ അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ, ഇലക്ഷൻ അടുത്ത് വരുന്നു എന്നൊക്കെ കാണുന്ന സന്ദർഭങ്ങൾ അവനവൻ്റെ നിയോജക മണ്ഡലത്തിലേക്ക് വേണ്ടി ആവശ്യമില്ലാത്ത പ്രോജക്റ്റുകളെ, പദ്ധതികളെയൊക്കെ ആവിഷ്കരിച്ച് കൊണ്ടുവന്ന് ആവശ്യത്തിലേറെ പണം അവനവൻ്റെ മണ്ഡലത്തിലേക്ക് ആകർഷിച്ച് വരികയും അത് അങ്ങനെ കൊണ്ടുവന്നു എന്ന് പറയുകയും ചെയ്യുന്ന രീതിയാണ് പോർക്ക് ബാരൽ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എൻ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി. ഓക്കെ, അതും ഒരു 18th century മുമ്പ് ഒരു 16th-17th century US നിലവിലുണ്ടായിരുന്ന ഒരു രീതിയാണ്. അടിമകൾക്ക് പോർക്ക്, ഉണക്കിയ പോർക്കാണ് ശമ്പളമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പട്ടിണി കിടക്കുന്ന ഈ അടിമകൾ, നീഗ്രോ അടിമകൾക്ക് ഈ പോർക്ക്, ഉണക്ക പോർക്ക് കൊടുക്കുന്ന സമയത്ത് അത് പിടിച്ചു പറിക്കാനായിട്ട്, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഓടി വരികയും ആർത്തിയോടുകൂടി അത് വാരിയെടുക്കുകയും ചെയ്യുന്നൊരു രീതി ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ജനപ്രതിനിധികൾ അവനവൻ്റെ നിയോജക മണ്ഡലത്തിലേക്ക് ആവശ്യത്തിലേറെ വരുന്ന പ്രോജക്റ്റുകളെയും പദ്ധതികളുമൊക്കെ വലിച്ചാകർഷിക്കാനുള്ള ശ്രമം നടത്തുന്നതിനെ സൂചിപ്പിക്കാനായി പോർക്ക് ബാരൽ എന്നുള്ളൊരു വാക്ക് നമുക്ക് ലഭിക്കുന്നത്. പോർക്ക് ബാരൽ. ഓക്കെ, പോർക്ക് ബാരൽ ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ലെറ്റ് us another interesting word. Gerrymander. Okay. ആരാണ് ജെറിമാൻഡർ ചെയ്യുന്നത് എന്ന് നാം ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നൊന്നുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും അറിവിൽ ഈ ജെറിമാൻഡറിങ് നടത്തുന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. ജെറിമാൻഡർ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ പാർട്ടിയുടെ താല്പര്യത്തിനനുസരിച്ച് നിയോജക മണ്ഡലങ്ങളെ വെട്ടിച്ചുരുക്കുകയും വെട്ടിയൊതുക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രക്രിയയൊക്കെയാണ് ജെറിമാൻഡറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടു അവർ പാർട്ടീസ് ബെനിഫിറ്റ്. നമ്മുടെ പാർട്ടിക്ക് ഈ രീതിയിൽ നിയോജക മണ്ഡലങ്ങളെ വെട്ടിത്തിരിച്ചാൽ, വേർതിരിക്കുകയാണെങ്കിൽ ബെനിഫിറ്റ് ഉണ്ടാവുമെന്നുള്ളതുകൊണ്ട് ഇല്ലീഗലായി നിയോജക മണ്ഡലങ്ങളെ നമ്മുടെ പാർട്ടിക്ക് അനുകൂലമായ രൂപത്തിൽ ഒരുക്കിയെടുക്കുന്നതിനെയാണ് ജെറിമാൻഡറിങ് എന്ന് പറയുന്നത്. ഓക്കെ, another word, demagogue. ഓക്കെ, താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടം മാത്രം മുൻനിർത്തി ജനങ്ങളുടെ വികാരങ്ങളെ മാത്രം സ്പർശിക്കുന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നതിനെയാണ് ഡെമഗോഗ് എന്ന് വിളിക്കുന്നത്. ദുഷ്പ്രചരണം എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് ഡെമഗോഗ്. അത്തരത്തിൽ പ്രചാരണം നടത്തുന്ന ഒരാളാണ് ഒരു ഡെമഗോഗ് എന്ന് പറയുന്നത്. ഓക്കെ, വി ഹാവ് എ വേർഡ് ലൈക്ക് ഡേർട്ടി ലിനൻ. നമ്മളിതിൻ്റെ മലയാളത്തിൽ വിഴുപ്പലക്കുക എന്ന് പറയും. ഓക്കെ, രാഷ്ട്രീയക്കാർ വിഴുപ്പലക്കുന്നു എന്ന് പറഞ്ഞാൽ എവരിബഡി നോസ് എ മീനിങ്. ഡേർട്ടി ലിനൻ, വാഷിംഗ് വൺസ് ഡേർട്ടി ലിനൻ ഇൻ പബ്ലിക് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മഡ് സ്ലിങ്ങിങ്, അനദർ വേർഡ്, മഡ് സ്ലിങ്ങിങ്. മഡ് സ്ലിങ്ങിങ് മീൻസ് ചളിവാരി എറിയുക എന്നുള്ള അർത്ഥത്തിലാണ് മഡ് സ്ലിങ്ങിങ്, മഡ് സ്ലിങ്ങിങ് എന്ന ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. വി ഹാവ് കോമൺ വേർഡ്സ് ലൈക്ക് കിക്ക് ബാക്ക്, അഴിമതിപ്പണം. ഓക്കെ, ഉപചാപകർക്ക് വേണ്ടി ചിലവഴിക്കുന്ന അഴിമതിപ്പണമാണ് ഈ കിക്ക് ബാക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രോണി, രാഷ്ട്രീയക്കാരുടെ, അധികാരത്തിലിരിക്കുന്നവരുടെ ഉപചാപകരെയാണ് നാം ക്രോണീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ജോബറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ, ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട്
അവനവന് വേണ്ടി അല്ലെങ്കിൽ അവനവൻ്റെ കക്ഷിക്ക് വേണ്ടി അധികാരത്തെ ദുരുപയോഗം ചെയ്യുന്നതും ചൂഷണം ചെയ്യുന്നതിനുമാണ് ജോബറി എന്ന് പറയുന്നത്. Okay, we have a lot of words like this, okay, or say complicity. Is another word. Cheating. ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ സ്ഥാനം വഹിച്ചുകൊണ്ട് കറപ്ഷൻ, അഴിമതി നടത്തുന്നതിനെയാണ് കോംപ്ലിസിറ്റി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വി ഹാവ് ലോട്ട് ഓഫ് വേർഡ്സ് that are actually referring to a lot of our experiences. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയും വാക്കുകൾ നമ്മുടെ ഈ ഭാഷയിൽ സഞ്ചിതമായി കിടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം ഇത്തരം അനുഭവങ്ങളിലൂടെ നമ്മുടെ സമൂഹവും നമ്മുടെ ജനതയും കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു അനുഭവത്തിൻ്റെ പല തലങ്ങളെ ഈ വാക്കുകൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഓക്കെ, വാക്കുകളെ മറന്നു പോവുക എന്ന് പറഞ്ഞാൽ ആ വാക്കുകൾ ഉൾക്കൊള്ളുന്ന അനുഭവങ്ങളെയും അവയുടെ പശ്ചാത്തലങ്ങളെയും ഒക്കെ മറന്നു പോവുക എന്ന് തന്നെയാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം നാം ജീവിച്ച ജീവിതത്തെ മറന്നു പോവുക എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സംതിങ് ദാറ്റ് ഹാസ് ടു ബി പോസിറ്റീവ്ലി ഡൺ, സംതിങ് ദാറ്റ് ഹാസ് ടു ബി കണ്ടിന്യൂസ്ലി ഡൺ ഈസ് hunting for words, searching for words, exploring for words, and as I have told you in the last class, meditating for words. Okay, these words enrich our experience. Okay, they enrich our spirit, they enrich our personalities. Okay, that much for the day. We shall come back in another session later. Okay, thank you.